ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും നെസ്റ്റോയ്ക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഫുൾ ടൈം ഇവർ നെസ്റ്റോയിലാണല്ലോ എന്ന്. അതെ, ഞങ്ങൾക്ക് അവിടെ പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അമ്മേനെയും കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അമ്മ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അമ്മേനെ ആയിട്ട് പോവാച്ചിട്ടാണ്. അമ്മ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഹൈപ്പർ മാർക്കറ്റൊന്നും അമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇതൊരു സർപ്രൈസും കൂടിയാണ്. അപ്പോൾ അമ്മേനെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് സൺഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇന്ന് ലീവ് ആയതുകൊണ്ട് അമ്മേനെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അമ്മേനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറ്റിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതം. കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു മൈൻഡായിരുന്നു. ഫുള്ള് കാണുമ്പോൾ ഇതെടുക്കുക അങ്ങനെ പറയലായിരുന്നു ഞങ്ങളോട്. അപ്പോൾ കുറേ സാധനങ്ങൾ ഞങ്ങൾ എടുക്കുകയും ചെയ്ത് അതിനനുസരിച്ച് അവിടെ വെക്കുകയും ചെയ്തിരിക്കുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ കൂടി കാണുമ്പോൾ എല്ലാ സ്ഥലത്തേക്കും പോകുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ മേടിക്കണം. അപ്പോൾ ഞാൻ പറയും നെക്സ്റ്റ് ടൈം നമുക്ക് വരുമ്പോൾ വേറെ ഇനി കുറേ മേടിക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാം, ഇപ്രാവശ്യം ഇനി മേടിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞേ. അമ്മേനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ബാക്കി ഫുഡിങ്ങിൻ്റെ അവിടെയും അതുപോലെ തന്നെ കുട്ടികൾ കളിക്കണ അതിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങൾ കൂടുതലും, പിന്നെ യൂസ് ഷേക്കൊക്കെ ആയിരുന്നു കൂടുതലും പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു മറ്റാൾക്ക്, ആദ്യമായിട്ടാണ് കാണുന്നിട്ടത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അവസാനം ബില്ലിങ്ങിൻ്റെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ കൊടുക്കേണ്ടി തന്നെ വന്നു, കാരണം ഞങ്ങളതിൽ അത്രയധികം ബഡ്ജറ്റില്ല. പിന്നെന്ന് പറയാൻ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ നേരം പോലെ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, ഇന്ന് സൺഡേ അല്ലേ, അപ്പം നല്ല തിരക്ക്. അപ്പം ഞങ്ങൾ ഈ നട്ട്സിൻ്റെ ഇത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇത് കോംബോ ഓഫറാന്ന് പറഞ്ഞിട്ട് അവർ തന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം അത് മേടിച്ചു. പിന്നെ ഇതൊന്നും വാങ്ങിച്ചില്ല, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് തൊട്ട് പോകാൻ തോന്നും, അത്രേ. പിന്നെ മെയിനായിട്ട് ഞാൻ അവിടെ ചെന്ന കൂടുതൽ അവക്കാഡോ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം പോയി നോക്കും, പക്ഷെ വാങ്ങിക്കാറില്ല. പക്ഷെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ ഒരുവിധം അവസാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി കേട്ടോ. കുറേ സമയം അവിടെ നിന്ന് ഞങ്ങൾ, അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കയറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ ഡ്രസ് കളക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് യൂസിലേക്ക് കയറി. അപ്പോൾ വായ ഗൈസ്, നമുക്ക് എന്തൊക്കെ പുതിയ കളക്ഷൻസ് നോക്കാം. ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് കയറി നോക്കിയിട്ടോ. അമ്മയ്ക്ക് സാരി ഒന്നും ഇല്ലാത്ത കാരണം വലിയ ഇഷ്ടമായിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിരുന്നു നോക്കാനൊക്കെ. ഞങ്ങൾ ഇതൊന്ന് പോയി ട്രയൽ നോക്കി. അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ളത് അമ്മ ഇങ്ങനെ തിരഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് അത് ഇഷ്ടമായില്ല. അമ്മയ്ക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. ഞങ്ങൾ ചെറിയ ചെറിയ ഐറ്റംസിലേക്കാണ് ഞങ്ങൾ പോണത് കൂടുതലും ഇതുപോലെയുള്ള. പക്ഷെ അമ്മ പറഞ്ഞത് വലിയ ചേച്ചിമാർക്ക് എടുക്കാൻ പറ്റിയ ഡ്രസ്സുകളുടെ അടുത്തേക്കാണ് അമ്മ പോണത് കേട്ടോ. പുതുതായിട്ട് ഇവിടെ കളക്ഷൻസൊക്കെ വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം മെയിനായിട്ട് കുറേ പണ്ട് മുതലേ ഇവിടെ ഈ വെള്ളൊരു ഐറ്റം ഇതിപ്പോഴും ഉണ്ട് ഇവിടെ. അതൊക്കെ തന്നെ എനിക്ക് കൂടുതലായിട്ടും ചെന്ന് നോക്കാൻ തോന്നിയിട്ടുള്ളൂ, അല്ലാതെ വേറെ ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ എനിക്ക് ഈ ഷർട്ട് ഭയങ്കര ഇഷ്ടമായി.
പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് പിന്നെ അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടു, ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. നടന്ന് നടന്ന് അമ്മയ്ക്ക് വയ്യാതായിട്ട് അമ്മ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഇരുന്നോ, ഞങ്ങൾക്കുള്ളത് നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ വന്നാൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നിട്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ഉണ്ടായത്, ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. കാരണം കൂടുതലായിട്ട് കളക്ഷൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല നല്ലത്. കഴിഞ്ഞ വർഷം വരുമ്പോൾ കുറച്ചും കൂടി നല്ല ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും അത്യാവശ്യം നല്ല രസമുള്ളത്. പിന്നെ ഇത് കണ്ട് കണ്ട് മടുത്ത ഒരു ഇതായിപ്പോയി എനിക്ക് തോന്നി. എപ്പോഴും ഇവിടെ വന്നാൽ കൂടുതലായിട്ട് ഇങ്ങനത്തൊക്കെ തന്നെ ഉണ്ടാവാറ്. ഞങ്ങളൊക്കെ നല്ല തിരഞ്ഞെടുക്കുമ്പോൾ അമ്മ വന്ന് നിൽക്കണോക്ക് ഒരു വേറെ എന്തൊക്കെയോ വലിയ ഡ്രസ്സുകളുടെ അടുത്ത് പോയി നിൽക്കട്ടെ, എന്നിട്ട് അതൊക്കെ ഇഷ്ടപ്പെട്ട് പറയാം. ഞങ്ങൾ ട്രയൽ ചെയ്യാൻ വേണ്ടി ട്രയൽ റൂമിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതാണ് ഇട്ട് നോക്കണേ, അനിയത്തി ഇതും. അപ്പം എങ്ങനെയുണ്ട് നോക്കാം, നിങ്ങൾ തന്നെ പറയാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കുറേ അലഞ്ഞതല്ലേ, അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ KFC ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതുവരെ അതിന് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ, വേഗം എത്തിയാൽ മതി വെച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അത് വേറൊരു ഇത്. അതുപോലെ തന്നെ അമ്മയും അനിയത്തി അത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ടേസ്റ്റ് എന്താണെന്നൊക്കെ അറിയായിട്ട് ഭയങ്കര. അപ്പോൾ ഓർഡർ ചെയ്ത സാധനം കിട്ടണ വരെ ഞങ്ങൾ മുകളിൽ കയറി, ഇതിന് 3ാമത്തെ ഫ്ലോറിൽ കയറിയപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികൾ കളിക്കണതായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോകുമ്പോൾ തന്നെ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേറെ എക്സ്ട്രാ ചാർജ് കൊടുക്കണം, അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് അതൊക്കെ കണ്ട് രസിച്ച് അത് കഴിഞ്ഞിട്ട് സാധനം എത്തി. ഓർഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ഉണ്ടാവും, നിങ്ങൾക്ക് 3 ആളെക്കാട്ടി കൂടുതലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധനമില്ല, ഞങ്ങൾ കഴിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത കേട്ടോ. പക്ഷെ ഇത് കുറേ ഉണ്ടായിരുന്നു. ആ കൂടി ഒരു ലെഗ് പീസാണ് എനിക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് അത് അവിടെ നിന്ന് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്രയധികം കുറേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമല്ലേ തിന്നണത്, അപ്പോൾ കുറേ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ മേടിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ അത്യാവശ്യത്തിന് തിന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ വീട്ടിൽ വന്നിട്ട് തിന്നുകയും ചെയ്തു ഞങ്ങൾ. അത് വേറെ. അപ്പോൾ അവിടെ നിന്ന് അത്രമാത്രം എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ചൂടും ഉണ്ടായിരുന്നു, അത് ഞാൻ ഊതി ഊതി കഴിക്കുന്നത്. എനിക്കാണെങ്കിലോ അത് വേഗം ഒന്ന് ചൂടാറി കിട്ടിയാൽ മതി വെച്ചിട്ടായിരുന്നു. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കടിക്കാനും പറ്റണില്ല അത് അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് ഗൈസ് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര കാറ്റും മഴയായിരുന്നു കേട്ടോ. എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഈശ്വരാ മഴ പെയ്യല്ലേ എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ മഴ പെയ്തില്ല, നൈസായിട്ട് ചെറിയതായിട്ട് ചാറുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഇത് എണീക്കാൻ പോവുകയാണ്. അമ്മടേത് അനിയത്തിയുടേത് അങ്ങനെ ഏറ്റിരിക്കുന്നുണ്ട്, അവർ അതൊന്നും കഴിച്ചു. കാരണം അനിയത്തിക്കാണെങ്കിലും ഇത് പല്ല് ക്ലിപ്പിട്ട കാരണം അത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ കൊത്തിപ്പറിക്കും മെല്ലെ തിന്നണുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഇതാ താഴത്തേക്ക് ഇറങ്ങി ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്, പിന്നെ മഴക്കാറൊക്കെ ഇങ്ങനെ നല്ല ഉണ്ട്. ഞങ്ങൾക്ക് വേഗം ബസ് കിട്ടും ചെയ്ത്. അത് കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ പാപ്പൻ്റെ കുട്ടികൾക്ക് ഞങ്ങൾ കൊടുന്ന സംഭവങ്ങൾ അവിടെ പാഴ്സലാക്കി ഞങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു, വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.